നമസ്കാരം യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് CCTV വിവിധതരം മോണിറ്ററിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇന്ന് അതിൽ നിന്ന് ഒരു പോർഷനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പാരലൽ മോണിറ്ററിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരലൽ മോണിറ്ററിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, പാരലൽ മോണിറ്ററിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഒത്തിരി പേര് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ വർക്ക്ഷോപ്പിൽ ഒത്തിരി പേര് ജോയിൻ ചെയ്തു. അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് ആർക്കെങ്കിലും നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് പാരലൽ മോണിറ്ററിങ്, എവിടെയാണ് നമുക്ക് ഇതിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പാരലൽ മോണിറ്ററിങ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതൊരു പുതിയ വേർഡായിരിക്കും. എന്താണ് ഈ പാരലൽ മോണിറ്ററിങ് എന്നായിരിക്കും ചിന്തിക്കുന്നത്. നമ്മുടെ ആവശ്യകത ഞാൻ പറഞ്ഞുതരാം. പാരലൽ മോണിറ്ററിങ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നിൽ അധികം DVR ഉള്ള സ്ഥലങ്ങളിൽ കസ്റ്റമറിന് ഒന്നിൽ കൂടുതൽ മോണിറ്ററിങ് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് പാരലൽ മോണിറ്ററിങ്. അതായത് അതിലധികമോ DVR ഉള്ള സ്ഥലങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് വ്യൂ കൊടുക്കാൻ കഴിയുന്ന, വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ വ്യൂ കൊടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് പാരലൽ മോണിറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഒന്നിൽ കൂടുതൽ ആളുകൾ CCTVയുടെ വ്യൂ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഒരാൾക്ക് HDMA വഴി വ്യൂ കൊടുക്കും, മറ്റൊരാൾക്ക് VGA വഴി വ്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കും. DVRൽ ഒരു മൗസാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി മൗസ് നമ്മൾ രണ്ട് മൗസ് കൊടുത്താൽ പോലും ഒരാൾ എന്താണോ കാണുന്നത്, ഇപ്പം HDMA വഴി മോണിറ്റർ ചെയ്യുന്ന ഒരാൾ എന്താണോ കാണുന്നത് അത് തന്നെയായിരിക്കും VGA വഴി മോണിറ്റർ ചെയ്യുന്ന ആളും കാണുന്നത്. അത് സാധാരണ രീതിയിൽ ഈ ഒരു ചെറിയ ഇൻസ്റ്റലേഷൻ ഒന്നും ഇത് വേണ്ടി വരില്ല. ഇൻഡസ്ട്രിയൽ ലെവലിൽ നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മെഷീനറീസൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, അതായത് വലിയൊരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾ DVR ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെക്കുക ഉദാഹരണത്തിന്. അപ്പോൾ അവിടുത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, മാനേജറിനാണെങ്കിൽ ഇത് മോണിറ്റർ ചെയ്യാനുള്ള വ്യൂ എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്ടറിനും സ്വാഭാവികമായിട്ട് കാണണം. സെക്യൂരിറ്റി പോയിന്റിലും നമുക്കിത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 3 മോണിറ്ററിങ് ആയി, അവിടെ 2-3 DVR ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ നമുക്കൊരു സിംഗിൾ സ്ക്രീനിൽ, ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിംഗിൾ സ്ക്രീനിൽ നമുക്ക് ഈ ക്യാമറ എല്ലാം കാണാൻ പറ്റും പാരലൽ മോണിറ്ററിങ് വഴി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലാവും. ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, അതിലധികം DVR നമുക്ക് മൾട്ടിപ്പിൾ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് പലർക്കും വ്യൂ കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മളിപ്പോൾ 5 പേർക്ക് വ്യൂ കൊടുത്താലും 5 പേർക്കും ഇൻഡിവിജ്വൽ കൺട്രോൾസ് കിട്ടും. 5 മൗസ് ഉപയോഗിക്കും, കമ്പ്യൂട്ടറിൽ 5 മൗസ് ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ കൺട്രോൾ കിട്ടും. ഇപ്പോൾ ഒരാൾ ബാക്കപ്പ് എടുക്കുകയാണെങ്കിൽ അത് അയാളുടെ മാത്രം വിഷ്വൽ ആയിരിക്കും, മറ്റൊരാൾക്ക് ലൈവ് വ്യൂ കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്യാം. അതായത് ഇൻഡിവിജ്വൽ മോണിറ്ററിംഗ് ആണ് അവിടെ നടക്കുന്നത്. പിന്നെ അതിനകത്തുള്ള അഡീഷണൽ ആയിട്ടുള്ളൊരു എടുത്തു പറയേണ്ട കാര്യം, നമുക്കിപ്പോൾ 2-3 DVR ഉണ്ടെങ്കിൽ പോലും അതൊരു സിംഗിൾ സ്ക്രീനിൽ നമുക്ക് വ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ 16-ൻ്റെ 3 DVR അല്ലെങ്കിൽ NVR ആണെങ്കിലും 32-ൻ്റെ 3 NVR ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ സ്ക്രീനിൽ നമുക്കിതിൻ്റെ വ്യൂ കാണുവാൻ കഴിയും. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ വേണം നമുക്ക്. പിന്നെ ഏത് ബ്രാൻഡിൻ്റെ DVR ആണോ ഉപയോഗിക്കുന്നത് അവരുടെ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും വേണം. ഇപ്പോൾ സാധാരണ എല്ലാവർക്കും മൊബൈൽ ആപ്ലിക്കേഷൻ സുപരിചിതമാണ്. ഇപ്പോൾ 1-2 ബ്രാൻഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ CP+ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിന് ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് GC Mob ആണ്, ഐഫോണിൻ്റെത് iMob ആണ്, വിൻഡോസിൻ്റെത് WMob ആണ്, WC Mob സംതിങ് അങ്ങനെ കണ്ടാം. അപ്പോൾ ഹിക്വിഷനെ സംബന്ധിച്ചിടത്തോളം, ഹിക്വിഷന് എല്ലാ മൊബൈലിനും ഒരു ആപ്ലിക്കേഷനേ ഉള്ളൂ, ഹിക് കണക്റ്റ്. പിന്നെ അതെന്തോ ഹൈലുക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്.
ദഹുവയ്ക്കാണെങ്കിൽ GDMS ഇപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, DMSS എന്ന് പറയുന്ന സംതിങ് ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഇവർക്ക് എല്ലാവർക്കും എല്ലാ ബ്രാൻഡിനും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. ആ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ CP+ൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് KBMS ആണ്. പ്രോ ലൈറ്റ് അത് അതിൻ്റെ അപ്ഡേഷൻ അനുസരിച്ച് കാണും. ഹിക്വിഷനെ സംബന്ധിച്ചിടത്തോളം IVMS 4600 400 സംതിങ് അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ്. ദഹുവ എൻ്റെ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത് സ്മാർട്ട് PSS ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ഒരു DVRനെ മൾട്ടിപ്പിൾ വ്യൂ കൊടുക്കുന്നതിനെയാണ് പാരലൽ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഒരു DVRന് മൾട്ടിപ്പിൾ വ്യൂ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഇൻഡിവിജ്വൽ കൺട്രോൾ ലഭിക്കുന്നുണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ DVR ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ 2 DVR ഉണ്ടെങ്കിൽ HDMI 1 കൊടുക്കും, ഒരു DVR കൊടുക്കും, സോഴ്സ് മാറ്റി HDMI 2 കാണും. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ 1 2 3 DVR ഉണ്ടെങ്കിലും നമുക്ക് സിംഗിൾ സ്ക്രീനിൽ അത് കാണാൻ കഴിയും. ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇങ്ങനെ നമുക്ക് വ്യൂ കൊടുക്കാൻ പറ്റും. കസ്റ്റമർ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നോ പറയുന്നതിന് മുന്നേ ഒന്ന് റീതിങ്ക് ചെയ്യുക, നമുക്കത് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നോ പറയുക. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈവ് ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ DVR എല്ലാം ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം ആ DVRന്റെ LAN പോർട്ടിൽ നിന്ന് ഒരു കണക്ഷൻ കമ്പ്യൂട്ടറിലോട്ട് നേരിട്ടോ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് സ്വിച്ചിലോ കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ DVRന്റെ LAN പോർട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് അവിടുത്തെ നെറ്റ്വർക്ക് സ്വിച്ചിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് DVRലോട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ ദഹുവ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ DVR ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സ്മാർട്ട് PSS എന്നാണ്. ആ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾറെഡി അത് റണ്ണിങ് ആണ്, കാരണം ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈസിന് ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ലൈവ് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ആവശ്യമുള്ളത് മാത്രം പറയാം. ലൈവ് വ്യൂ ഉണ്ട്. ലൈവ് വ്യൂവിലാണ് നമുക്ക് ക്യാമറ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 4ന്റെ ഒരു സ്ക്രീനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കിവിടെ സ്പ്ലിറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ 16 ആക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അത് കൂടുതൽ, എനിക്ക് ഐ തിങ്ക് 64 വരെ എങ്ങാണ്ട് ഒരു സ്ക്രീനിൽ, സിംഗിൾ സ്ക്രീനിൽ 64 വരെ ആക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ 16ന്റെ DVR ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടോ 64 ക്യാമറ ഈ സ്ക്രീനിൽ, സിംഗിൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോം പേജ് ലൈവ് വ്യൂ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലേ ബാക്ക് ആണ്. നമ്മൾ സാധാരണ DVRലെ പ്ലേ ബാക്ക് എടുക്കുന്നത് പോലെ തന്നെയാണ്. ഡിവൈസ് സെലക്ട് ചെയ്ത് ഡേറ്റും ടൈം ഒക്കെ കൊടുത്ത് നമുക്ക് പ്ലേ ബാക്ക് കാണാൻ കഴിയും. നമ്മളൊരു DVR ആഡ് ചെയ്യുന്നത് ആദ്യം നോക്കാം. ഒരു DVR ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗറേഷനിൽ ഈ ഒരു ഐക്കൺ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ DVR നേരത്തെ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോ സെർച്ച് കൊടുക്കാം. ഓട്ടോ സെർച്ച് കൊടുത്തപ്പോൾ കണ്ടോ ഒരു IP അഡ്രസ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ കൊടുത്ത DVRന്റെ മോഡൽ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതാണ്ട് ഇവിടെ ആ DVR സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ ഒന്നിൽ കൂടുതൽ DVR ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ വന്നേനെ. അപ്പൊ ആ DVR ഞാൻ സെലക്ട് ചെയ്യുന്നു, ആഡ് കൊടുക്കുന്നു. അപ്പൊ ഒരു കൺഫർമേഷൻ ചോദിക്കുകയാണ്, ഓക്കെ പറയാം. അപ്പൊ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നു. അപ്പൊ ഈ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ DVRല് കൊടുത്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂസർ നെയിമാണ്, അത് കൊടുക്കുക, ഓക്കെ പറയാം. അപ്പൊ ഒന്നിൽ കൂടുതൽ DVR ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഇവിടെ എന്തൊക്കെയാ വന്ന DVRന്റെ IP അഡ്രസ് ഉണ്ട്, ഇവിടെ DVRന്റെ നെയിം ഉണ്ട്. നമ്മൾ നെയിം സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ IP അഡ്രസ് മാറി നമ്മൾ കൊടുക്കുന്ന നെയിമാവും. ഡിവൈസ് ടൈപ്പ് DVR, മോഡൽ നമ്പർ, പോർട്ട്, അതൊക്കെ എങ്ങനെ എടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ കണ്ടോ, ഓൺലൈൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കണം.
ഓൺലൈൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഇതിന്റെ വ്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ സ്റ്റാറ്റസ് ഓൺലൈൻ ആയി എന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ നേരെ എവിടെയാ പോകണ്ടേ, ലൈവ് വ്യൂയിലോട്ട് പോവാം. അപ്പൊ കണ്ടോ, ഇവിടെ നേരത്തെ ഈ ഒരു IP അഡ്രസ് ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ DVR ഇവിടെ ആഡ് ചെയ്തപ്പോ ഒരു IP അഡ്രസ് ഷോ ആയി. ഞാൻ അതിനൊന്ന് ഡൗൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെ 8 ചാനലിന്റെ ഒരു DVR ആണ് ഇരിക്കുന്നത്. 8 ചാനലിന്റെ ഒരു DVR ആണ് ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ IP അഡ്രസ്സിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 8 ക്യാമറയും ഇവിടെ വ്യൂ വരുന്നതായിട്ട് കാണാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ക്യാമറ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ക്യാമറയെ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ എങ്കിലും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോസ് വന്നാണ്ടോ, ഞാൻ ഒരു ക്യാമറയെ കണക്ട് ചെയ്തിട്ടുള്ളൂ, ആ ഒരു വീഡിയോ വന്നു. അപ്പൊ കണ്ടോ, 8 ചാനൽ ഒരു 8 ചാനലിന്റെ DVR വന്നപ്പോൾ ഒരു സിംഗിൾ റോ മാത്രമാണ് ആയിട്ടുള്ളത്. നമ്മളിപ്പോ 4ന്റെ സ്ക്രീൻ ഇടുവാണെങ്കിൽ അത് 4ന്റെ സ്ക്രീനിൽ നമുക്ക് കാണാം, സിംഗിൾ സ്ക്രീനിൽ കാണാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് കണക്ട് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. അപ്പം ഒന്നിൽ കൂടുതൽ DVR ഉണ്ടെങ്കിൽ ഇവിടെ ഡിവൈസ് സീരിയൽ നമ്പർ ഇങ്ങനെ 1-2 IP അഡ്രസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ചില കമ്പ്യൂട്ടറിൽ കണ്ട ഇങ്ങനെ ചെറുതായിട്ട് ഫുൾ സ്ക്രീനിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, അത് ഫുൾ വിൻ ആക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും സ്ക്രീനിൽ ഫുള്ളായിട്ട് വന്നോളും. ഓക്കെ, വളരെ എളുപ്പമല്ലേ? അപ്പൊ വേണ്ടേ, ഒന്നിൽ കൂടുതൽ DVR ഉണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ നമ്മൾ DVRന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ IP അഡ്രസ്സും ഡീറ്റെയിൽസും ഇങ്ങനെ ആഡായി വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു DVRനെ പാരലൽ മോണിറ്ററിങ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പോ ഞാൻ ഇത് ലൈവ് വ്യൂ എടുത്തു, സിംഗിൾ സ്ക്രീൻ ആക്കി അല്ലെങ്കിൽ മൾട്ടി സ്ക്രീൻ ആക്കി. ഇതൊന്നും തന്നെ മറ്റൊരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരാളെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഇതെന്റെ പേഴ്സണൽ വ്യൂ ആണ്, എന്റെ പേഴ്സണൽ കൺട്രോളും ആണ്. അപ്പൊ ഇതാണ് നമുക്ക് പാരലൽ മോണിറ്ററിങ് കൊണ്ടുള്ള ഒരു ഉപയോഗം. നമുക്ക് സ്ക്രീൻ സ്പ്ലിറ്റപ്പ് ചില ആപ്ലിക്കേഷനിൽ ഒത്തിരി വിൻഡോസ് കാണും കേട്ടോ. ഇതിപ്പോ ഐ തിങ്ക് 64 സംതിങ് എങ്ങാണ്ട് ഇതിനകത്തുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കിനി പ്ലേ ബാക്ക് കാണുന്നുണ്ടെങ്കിലും നേരത്തെ DVR ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ DVR വന്നു. DVR ഡൗൺ ക്ലിക്ക് ചെയ്യുക, ഏത് ക്യാമറയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക, അവിടെ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ DVRൽ ഹാർഡ് ഡിസ്ക് ഇല്ല, ജസ്റ്റ് ചെയ്യുക. അതാണ്ട് എറർ വന്നു കണ്ടോ, ചാനൽ നോ റെക്കോർഡ് എന്ന്. ഹാർഡ് ഡിസ്ക് ഇല്ലാത്തതുകൊണ്ടാണ്, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സും DVRന്റെ IP അഡ്രസ്സും സെയിം സീരീസ് ആയിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സും DVRന്റെ IP അഡ്രസ്സും സെയിം സീരീസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു. അപ്പോൾ പാരലൽ മോണിറ്ററിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ നെറ്റ്വർക്കിങ്ങോ യാതൊരുവിധ നോളജും വേണ്ട. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്, ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട്, എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്നവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.